ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വേനൽക്കാലത്തിനൊരു അറുതിയായി മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങ് തോരാതെ മഴയാണേ. ഇന്ന് നോക്കി രാവിലെ തൊട്ട് മഴയാണ്. അന്ന് ഇപ്പോൾ ഭയങ്കര കോരിച്ചൊരിയുന്ന മഴയില്ല, എന്നാലും ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ മഴയാണേ. മഴയായതുകൊണ്ട് തന്നെ അങ്ങ് മൂടിപ്പൊതിച്ചിരിക്കാനായിരുന്നു ഒരു താല്പര്യം. എല്ലാവർക്കും അതെ, മടി പിടിച്ചങ്ങ് ഇരിക്കുവാണേ. അപ്പം ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പക്ഷെ മടിയാണ് ആകെ. അപ്പോൾ പിന്നെ ഞാൻ ആകെ ഉണ്ടാക്കിയത് ഇന്ന് ചോറിനൊപ്പം അവിയലും ഉള്ളിത്തീയലുമാണ്. പക്ഷെ പിള്ളേർക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് മഴയത്ത് പോയിട്ട് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇപ്പം ഞാൻ ഇല അങ്ങ് വാട്ടിയെടുക്കുവാണേ. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഉള്ള കൂട്ടാനെല്ലാം വെച്ച് തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പൊതിച്ചോറ്. ഇല ആദ്യം വാട്ടിയെടുത്തു. ഇനി ആ വാട്ടിയ ഇലയിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുവാണേ. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഈ വാടിയ ഇലയിൽ ആ വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു സ്മെല്ലും ഒക്കെ വരുവേ. ഇനി നമുക്കതിലേക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ അവിയൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഇന്നലെ വൈകിട്ട് വെച്ച ചിക്കൻ്റെ ബാക്കിയുണ്ടായിരുന്നതാണ്, അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ ആ കടലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു. പിന്നെ ഇത് അച്ചാറാണേ. പിന്നെ നമ്മുടെ ഉള്ളിത്തീയലുണ്ടല്ലോ, അപ്പോൾ ആ ഉള്ളിത്തീയലും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുവാണേ. പിന്നെ കുറച്ച് തൈരും പിന്നെ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്കയും ഒരു ഉള്ളിയൊക്കെ ആ കൂട്ടത്തിൽ എടുത്തു വെച്ചു. പിന്നെ ഈ ചോറ് പൊതിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ആകെ ഉണ്ടാക്കിയത് ഈ മുട്ട പൊരിച്ചതാണ്, അതുകൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. പിന്നെ നമ്മളിതാ ആ ചോറ് ഇല വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചു. അടിയിൽ ന്യൂസ് പേപ്പറൊന്നും വെച്ചില്ല, കാരണം നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പം തന്നെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് എടുക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെയാണ് പൊതി കെട്ടിയിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു കേട്ടോ. സത്യത്തിലൊരു 1-2 മണിക്കൂറെങ്കിലും ഇരിക്കണം. ഇതെനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മളത് തുറന്നെടുത്തു. അപ്പോഴേക്കും പിന്നെ ഒത്തിരി സമയമായി. അന്നേരം പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാം എന്നുള്ളൊരിതിൽ അത് തുറന്നു. എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ കൂടെ വളരെ രസമായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് പരിപാടി കഴിഞ്ഞു. താങ്ക് യു.